സൈബർ സെക്യൂരിറ്റി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 8 മാസം മുമ്പ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് ടൈം പ്രോബ്ലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആയിരുന്നു. അതായത് 2 മാസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാഞ്ഞേ. അപ്പം നമുക്കിനി ഓരോ മാസം, അതായത് ഓരോ വീക്കിലി നമ്മൾ ഓരോ വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള. അപ്പം കമ്പനിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീക്കിലി ഓരോ വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് കണ്ടത്, നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വീഡിയോ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേനും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറേ വേക്കൻസീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടോപ്പിക്ക് സൈബർ സെക്യൂരിറ്റി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഇപ്പം ഇതിനകത്ത് ഇപ്പം വീഡിയോ കാണുന്നവർ സൈബർ സെക്യൂരിറ്റി ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിനി അതുപോലെ ഈ ഒരു ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. അങ്ങനെ പല ഏരിയകളിൽ നിന്നും അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടും വീഡിയോസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ടോട്ടൽ ഒരു ഗൈഡൻസ് ആണ്. സൈബർ സെക്യൂരിറ്റി ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, അതുപോലെ അതിനൊക്കെ എന്തൊക്കെ റൗണ്ടുകൾ ഉണ്ടാവും, മീൻസ് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് ചില വീഡിയോസ്, അതായത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, സോക്കാണെങ്കിൽ സോക്ക്, ഇപ്പം സെക്യൂരിറ്റി സൈഡ് അല്ലെങ്കിൽ VIP സൈഡാണ് VIP സൈഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഞാനിന്ന് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സപ്പോർട്ട് ഇപ്പോൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ മുമ്പോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ട് സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാളെ മെയിനായിട്ട് അറിയേണ്ടത് എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ 2025 അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്സുകൾ, കാര്യങ്ങൾ, എന്തൊക്കെ ടൈപ്പ് അറ്റാക്സ്. ഇപ്പം നിങ്ങളിപ്പം മെയിനായിട്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 കണക്കെടുക്കുക, അല്ലെങ്കിൽ അറ്റാക്സും കാര്യങ്ങളും. അപ്പം നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ മെയിനായിട്ട് നിങ്ങളോട് ഓൾറെഡി നിങ്ങളുടെ മെൻറ്റേഴ്സ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മെൻറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈബർ അറ്റാക്സുകൾ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 2024 നമ്മൾ ഒരു വർഷം മുമ്പുള്ള, അതായത് ഇപ്പോൾ 2025 നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിന് മുമ്പുള്ള ഒരു വർഷത്തെ അറ്റാക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടും. അത് വെച്ച് 2025 ഇത് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ അതിൽ ഈ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റാക്സ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി അത് കമ്പാരിസൺ ChatGPT നമുക്കിപ്പോൾ AI ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT തന്നെ നമുക്കത് പറഞ്ഞു തരും, കമ്പാരിസൺസും. അപ്പം അതിനകത്ത് ഏതൊക്കെ അറ്റാക്സാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്സ്, കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈബർ സെക്യൂരിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവർ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ എപ്പോഴും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു അറ്റാക്ക്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് എഫിഷ്യൻ്റായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാറ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എപ്പോഴും അവർ സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഒരു ഇൻ്റർമീഡിയറ്റ് ടു എക്സ്പെർട്ട് ലെവലിലോട്ട് ടൈപ്പിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഈ ഒരു രീതിക്കായിരിക്കും. ഒരു സിനാരിയോ ബേസ് ചെയ്ത് ലേറ്റസ്റ്റ് അറ്റാക്ക് വരും, ആ അറ്റാക്കിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്കോപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയായിരിക്കണം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് അവരിവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ നേരത്തെ ഈ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാറ്റിക്സ് ഉണ്ട്, അതായത് ഒരു
കഴിഞ്ഞ വർഷം ഇത്ര അറ്റാക്ക് ഉണ്ടായിരുന്നു, പുതിയ വർഷം ഇത്ര അറ്റാക്ക് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശം അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പഠിച്ചു ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ അറ്റാക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ അറ്റാക്കാണ്, ഏതൊക്കെ അറ്റാക്സ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് സൈബർ സെക്യൂരിറ്റി, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഡിമാൻഡ്സ്, 2025 ഡിമാൻഡ്സ് എന്താണ് ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ അറിയായിരിക്കും. സൈബർ സെക്യൂരിറ്റി ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻകാരുടെ അല്ലെങ്കിൽ പല കമ്പനികളുടെയും അഡ്വാൻറ്റേജ്. സൈബർ സെക്യൂരിറ്റി കമ്പനി, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഓൾറെഡി അറിയാം ഡിമാൻഡ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഫീൽഡിലുള്ള ആൾക്കാർ കൂടുതലാണ്, അല്ലെങ്കിൽ വേക്കൻസീസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം ഓൾറെഡി സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് വേക്കൻസീസ് വളരെ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾ ഏത് ജോലിയിലാണോ നിങ്ങൾ നോക്കുന്നത്, സോക്ക് അനാലിസ്റ്റ് ആണോ, പെൻ ടെസ്റ്റർ ആണോ, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണോ, GRC അനാലിസ്റ്റ് ആണോ, സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആണോ, ഈ ഒരു ഏത് പോർഷൻ അല്ലെങ്കിൽ ഏത് ജോബ് റോളിലാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ള ആദ്യം അറിയാം. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുകയാണ്, അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഏത് ജോബ് പൊസിഷനിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കണം. ആ റെസ്പോൺസിബിലിറ്റി അതുപോലെ ടൂൾസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്ത്, അതായത് മെയിനായിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള നോളജും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഈവൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ റെസ്യൂമെയിലും ഓരോ ജോലിക്കും ഓരോരോ ഇതാണ്. അപ്പം നമ്മളുണ്ടാക്കുന്ന റെസ്യൂമെയിലും ഇതേപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. അതായത് ഇവൻ എങ്ങനെയായി, ഇപ്പം ഒരു ജോബ് പൊസിഷൻ വരുമ്പോൾ ഓൾറെഡി റിക്വയർമെൻറ്റ് ഉണ്ടായിക്കോളും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ ജോലിക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാരൻ നിങ്ങൾക്കൊരു റെസ്യൂമെ ഉണ്ടാക്കി തരും. ഈ റെസ്യൂമെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാ കമ്പനിയിലും അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ഏത് ജോബ് റോളിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ജോബ് റോളിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ സ്കിൽ സെറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരും, അങ്ങനെയാകുമ്പോൾ റെസ്യൂമെ ബിൽഡറൊക്കെ വരുന്ന സമയത്ത് ടൈം പോവില്ലേ, സമയം, അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരത്തില്ലെന്നൊക്കെ. നമ്മൾ ക്യാൻവയൊക്കെ യൂസ് ചെയ്താൽ മതി. ക്യാൻവയൊക്കെ യൂസ് ചെയ്ത് കിഡിലൻ ടെംപ്ലേറ്റ്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസോഴ്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ ജോബ് റോളിനും ബേസ് ചെയ്തിട്ട് ഈ റെസ്യൂമേഴ്സ് അപ്ഡേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ജോബ് റോളിന് ബേസ് ചെയ്തിട്ടുള്ള സ്കിൽ സെറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ റെസ്യൂമേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ആകാനും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നമ്മളെ ഇൻ്റർവ്യൂ കോൾ വിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഡിമാൻഡ്. ഇപ്പോൾ ഈ ഏത് വർഷമാണോ, ഇപ്പോൾ 2025 2025 ഡിമാൻഡ്സും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് 2024-25 കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഏകദേശം. പിന്നെ നമ്മൾ ഏത് ജോബ് റോളിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്കിൽ സെറ്റും കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റി. ഇപ്പം നമുക്ക് ലിങ്ക്ഡിൻ നോക്കുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇൻഡീഡ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ ടൂൾസുകൾ, യൂസ് ചെയ്യുന്ന ടൂൾസുകൾ, ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോളജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്, അടുത്തൊരു പോയിന്റിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഏരിയ ആണ് കീ സ്കിൽസ് ഇൻ്റർവ്യൂസ് ലുക്കിംഗ് ഫോർ. ഒന്ന്, ടെക്നിക്കൽ നോളജ്. നമുക്ക് ടെക്നിക്കലി നമ്മളൊരു ഈവൻ എന്താണ് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ എന്താണ് സോക്ക്, അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ടെക്നിക്കലി നോളജ് ഉണ്ടെങ്കിൽ, ഈവൻ പോട്ടെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ അറിയില്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് അവിടെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കൽ നോളജ് കറക്റ്റായിട്ട് ഒന്നാമത്തെ കാര്യം ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ നോളജ് മാത്രമല്ല, സ്കില്ലും വേണം അതിനകത്ത്. ഫസ്റ്റ് റൗണ്ടിൽ എപ്പോഴും വരുമ്പം ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ
പ്രാക്ടിക്കൽ സ്കിൽ സെറ്റ് ആയിരിക്കും യൂസ് ചെയ്യാനുള്ളതായിരിക്കും നമുക്ക് എപ്പോഴും ഇൻ്റർവ്യൂ വരുന്നത്. നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് കറക്റ്റായിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉണ്ടാകുന്ന IT ഫീൽഡിൽ മെയിനായിട്ട് ജോലി കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ കേട്ടറിയായിരിക്കും. നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ തന്നെ അറിയാം. ബിടെക് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പരാണ് കൊണ്ട് അല്ലേ. അത് എന്തുകൊണ്ടാണ്? ഞാൻ കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അവർക്ക് നമ്മളൊരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് സ്ട്രോങ് ആയിട്ട് നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവർക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ ഇട്ടു. അവസാനം ഒരു വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യും? അപ്പം ടോട്ടലി പ്രോബ്ലം ആകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും നല്ല രീതിയിൽ. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇംഗ്ലീഷ് മെയിനായിട്ട് വേണം, അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഏത് കമ്പനിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബൂസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് നമ്മുടെ സ്കിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സർട്ടിഫിക്കേഷൻ എന്ന് ഞാൻ പറയുള്ളൂ. മെയിനായിട്ട് നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കില്ലിനെ ബേസ് ചെയ്ത് കയറിപ്പോകാൻ പറ്റും. പക്ഷേ നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലസ് പോയിൻ്റ്, അതായത് നമ്മൾ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റൊക്കെ അല്ലേ, നമ്മുടെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റൊക്കെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ജോലി കിട്ടത്തില്ലെന്നല്ല പറയുന്നത്. സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ജോലി കിട്ടും, അത് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. അത്യാവശ്യം നമുക്ക് സർട്ടിഫിക്കേഷൻസിനെക്കാട്ടിലും കൂടുതൽ വേണ്ടത് സ്കില്ലാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് വരുന്ന രീതിക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഞാൻ കയറുന്ന ടൈമിൽ എനിക്ക് സർട്ടിഫിക്കേഷൻസ് ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് കമ്പനി ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പം അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൂൾസ് ഫെമിലിയാരിറ്റി. ഓക്കെ, അതായത് നമ്മൾ ഏതൊക്കെ ടൂൾസ് പഠിച്ചു, ഓക്കെ, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതും മൾട്ടിപ്പിൾ മെത്തേഡ്സ്. ഇപ്പം നിങ്ങൾ എൻമാപ്പ് നിങ്ങൾ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്യൂമെ കൊണ്ട് എൻമാപ്പ്, മെറ്റാസ്പ്ലോയിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് വെക്കുക, SQLite കാര്യങ്ങളല്ലെങ്കിൽ SQL മാപ്പ് പോലത്തെ ടൂൾസുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ് എൻമാപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഫയർ വാളിനെ ബൈപ്പാസ് ചെയ്യാം. ഓക്കെ, അതിനൊരു കമാൻഡ് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു കമാൻഡ് ലൈൻ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകരുത്. കാരണം നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതാണ്, ഇൻ്റർവ്യൂവിൽ കുറേ ടൂൾസ് എഴുതി വെക്കും, പക്ഷേ ഈ ടൂൾസിനെ കുറിച്ച് ഇൻഡെപ്തായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളായിട്ട് ആ ടൂള് ഫെമിലിയർ ആക്കി ആ ടൂളിനെ കൂടുതൽ പഠിച്ച് അതിൻ്റെ കുറേ കാര്യങ്ങൾ ആർഡറും കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ പ്ലഗിൻസും കാര്യങ്ങളെല്ലാം വരുമല്ലോ. അപ്പോൾ അതേപോലെയുള്ള അല്ലെങ്കിൽ റിപ്പീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പം അത് കാര്യങ്ങളെല്ലാം ഇൻഡെപ്തായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പം ഇന്ന് ഇത്രയും ഇത്രയും ടോപ്പിക്സേ പറയുന്നുള്ളൂ. ഇതിനൊരു പാർട്ട് 2 ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ട് 1 കാണുക, അതിൻ്റെ പാർട്ട് 2 കാണുക, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞാനിത് പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഈ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം, ഒരു വീഡിയോ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം നമ്മുടെ ഒരു കമ്പനിയിൽ ഒരു ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂവിലോട്ട് പോകാൻ തന്നെ നമ്മൾ ഒരു യോഗ്യനായിരിക്കും. കാരണം നമുക്കൊരു ക്വാളിഫിക്കേഷൻ അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂവിൻ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പല കമ്പനികളിലും ചിലപ്പോൾ ചില കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ മാത്രമേ കാണുള്ളൂ, ചില കമ്പനിയിലാണ് 3-4 റൗണ്ട് ഇൻ്റർവ്യൂസ് കാണും. ഓക്കെ, അത് പല രീതിയിൽ ഞാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഇത്രയും പോയിൻറ്റ്സും കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിൻ്റെ നിങ്ങൾ നോക്കിയിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ചാനൽ ലിങ്ക് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് ഞാൻ ഓൾറെഡി ആക്റ്റീവ് അല്ലായിരുന്നു, ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവും. ഓക്കെ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന
ഈവൻ നിങ്ങൾ ലിങ്ക്ഡിനിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ നിന്നായിക്കോട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ന്യൂസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് അനുസരിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വാട്സപ്പ് ചാനൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.